എല്ലാവർക്കും ടെയിൽസ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കേര മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഈ മീൻ കഷ്ണത്തിലെ ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് ആദ്യമേ ചേർക്കാൻ മറന്നു പോയിട്ടാണ്. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയായിരിക്കും നല്ലത്, കാരണം വെളിച്ചെണ്ണയിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് അധികം നാളൊന്നും ഇരിക്കില്ല, ചിലപ്പം കനച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നന്നായിട്ട് ഫ്രൈ ആയില്ല എങ്കിൽ നമ്മുടെ അച്ചാർ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് മീനിൻ്റെ 4 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വരണം. എന്നെങ്കിൽ മാത്രമേ അച്ചാർ കേടുകൂടാതെ അധികം നാൾ ഇരിക്കുകയുള്ളൂ. ഇതെവിടെയെങ്കിലും മുരിയാത്ത ഏതെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മീനും കൂടെ വറുത്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ മീനെല്ലാം ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കാനായിട്ട് അതേ പാനിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അധികമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരു 4 ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു 5-6 പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടാണെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തതേ ഉള്ളൂ. ഒരു 4-5 മിനിറ്റിന് ശേഷം ഇത് മൂത്ത് വന്നോളും, മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണ്. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 4 ടീസ്പൂൺ
മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതായത് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണം. എണ്ണയ്ക്ക് കുറച്ച് ചൂടുണ്ടല്ലോ, അപ്പോൾ അതിൽ കിടന്ന് മൂത്തോളും. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറുത്ത് വെച്ച് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയെല്ലാം മീനിൽ നല്ലതുപോലെ പിടിക്കണം. ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു 2 മിനിറ്റും കൂടി ഇരുന്നാൽ മതി. ഇത് ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കായിക്കോളും, ഒട്ടും അധികമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ അച്ചാറിൽ ഒട്ടും വെള്ളമേ ചേർത്തിട്ടില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.